സ്നേഹത്തിന്റെയും സമൃദ്ധിയുടെയും അടയാളമായ ഓണത്തെ വരവേറ്റുകൊണ്ട് ബ്രില്യൻ സ്റ്റഡി സെന്ററിലെ ഓണാഘോഷം. അത്തപ്പൂക്കളമൊരുക്കിയും ഓണക്കളികളിലൂടെയും 2025 ഓണത്തെ ബ്രില്യന്റിലെ 4 ഡയറക്ടേഴ്സിന്റെയും നേതൃത്വത്തിൽ തന്നെ ഓരോ വിദ്യാർത്ഥിയും, അധ്യാപകരും, കോർഡിനേറ്റേഴ്സും മറ്റെല്ലാ സ്റ്റാഫ് അംഗങ്ങളും ഒരേ മനസ്സോടെ തന്നെ ഓണത്തെ വരവേറ്റു. ബ്രില്യന്റിലെ വിദ്യാർത്ഥികൾക്കായി വിഭവസമൃദ്ധമായ സദ്യ കൂടെ ആയപ്പോൾ 2025 ഓണം അവർക്ക് മറക്കാനാവാത്ത ഒരു അനുഭവമായി മാറി. ഓണം എത്തിക്ക് സദ്യ, കൂട്ടിന് ഒരു പിടി ചോറങ്ങ് കൊണ്ട, അച്ചാറ് പുളിയ തോരന് വിളമ്പ, പുളിശ്ശേരി ഉപ്പേരി വിളമ്പിട്ട് കൊടുക്ക. കത്തിക്ക് ഓണം എത്തിക്ക് സദ്യ, കൂട്ടിന് ഒരു പിടി ചോറങ്ങ് കൊണ്ട, അച്ചാറ് പുളിയ തോരന് വിളമ്പ, പുളിശ്ശേരി ഉപ്പേരി വിളമ്പിട്ട് കൊടുക്ക. 2.5 മാസത്തെ പഠനത്തിന് ശേഷം വിദ്യാർത്ഥികളെല്ലാം അവരുടെ വീടുകളിലേക്ക് ഓണാവധിക്കായി തിരിക്കുകയാണ്. കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നും ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ബ്രില്യന്റിന്റെ പാലായിലെ സെന്ററിൽ മാത്രം പഠിക്കുന്നത്. അവരെ എല്ലാവരെയും അവരുടെ വീടുകളിൽ സുരക്ഷിതമായി എത്തിക്കുന്നതിന് വേണ്ടി തന്നെ വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ബ്രില്യൻ സ്റ്റഡി സെന്ററും KSRTCയും സംയുക്തമായി നടത്തുന്ന 14 ജില്ലകളിലേക്കുമുള്ള സ്പെഷ്യൽ സർവീസ് ബസ്സുകൾ ഈ സുരക്ഷ ഉറപ്പുവരുത്തുന്നു. ഓരോ ബസ്സും അതിന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തും വരെ ആ ബസ്സുകളിൽ മറ്റാരും തന്നെ പ്രവേശിക്കുന്നില്ല എന്നത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. കൂടാതെ ഈ ഓരോ ബസ്സുകളിലും ബ്രില്യന്റിലെ ഒരു സ്റ്റാഫ് അംഗം വിദ്യാർത്ഥികളോടൊപ്പം യാത്ര അവസാനിക്കുന്നതുവരെ കൂടെ ഉണ്ടാവുമെന്നത് ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. ഓണം ആഘോഷിക്കാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ബ്രില്യൻ ഫാമിലിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു KSRTC ബസ് സ്റ്റാൻഡിലാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയോ? എന്നാലല്ല, ഇത് ബ്രില്യന്റിലെ വിദ്യാർത്ഥികൾ അവരുടെ ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടി അവരുടെ വീടുകളിലേക്ക് പോകുന്നതിൻ്റെ ഒരു ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. നിരവധി KSRTC ബസ്സുകളാണ് നമ്മുടെ ബ്രില്യന്റിൻ്റെ ക്യാമ്പസിൽ, നമ്മുടെ പാർക്കിംഗ് ഷെഡിലേക്ക് ഇവിടെ എത്തിയിരിക്കുന്നത്. അവിടെ എല്ലാം, അതായത് കേരളത്തിലുള്ള എല്ലാ ജില്ലകളിലേക്കും വിദ്യാർത്ഥികൾ നമുക്കുണ്ട്. ആ വിദ്യാർത്ഥികളെല്ലാം അവരുടെ അതാത് ജില്ലകളിലേക്ക്, അവരുടെ അതാത് വീടുകളിലേക്ക് എത്തിക്കുന്നതിനായിട്ട് ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ ഏറ്റവും മികച്ച ക്രമീകരണങ്ങളാണ് അവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാത്തിനും ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ ജോസഫ് സാറും അതുപോലെ തന്നെ പ്രദീപ് സാറും സജി സാറും ഒക്കെ നമ്മുടെ ഒപ്പം ഉണ്ട്. അപ്പോൾ ഇത്ര വലിയൊരു ക്രമീകരണങ്ങൾ എങ്ങനെയാണ് ഇത്ര കോഷ്യസ് ആയിട്ട് തന്നെ ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് ഇവിടെ പ്രാവർത്തികമാക്കുന്നത്, നമുക്ക് അവരോട് നിന്ന് ചോദിക്കാം. ശരിക്കും പറഞ്ഞാൽ ഇതൊരു KSRTC സ്റ്റാൻഡേർഡ് ഞങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നത്, കാരണം KSRTC ബസ്സിൽ മാത്രമാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ഒരു ക്രമീകരണം നടത്തുന്ന മെയിനായ ഉദ്ദേശം കുട്ടികൾക്കും പേരൻസും യാതൊരു ബുദ്ധിമുട്ടുണ്ടാകാതെ അവരുടെ ഓണം ട്രാൻസ്പോർട്ടേഷൻ അവർക്ക് പോസിബിൾ ആവണം. നമ്മൾ വെക്കേഷൻ കാലത്ത് കാണുന്നതാണ്, ട്രെയിനിലും ബസ്സിലും ഒക്കെ യാത്ര ചെയ്യാനായിട്ട് യാത്രക്കാരുടെ ബുദ്ധിമുട്ടാണ് നമ്മൾ കാണുന്നതാണ്. അപ്പം നമ്മുടെ കുട്ടികൾക്ക്, ബ്രില്യന്റിലെ കുട്ടികൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവരുത്. അവർക്ക് സുരക്ഷിതമായിട്ട് കൃത്യസമയത്ത് അവർക്ക് വെക്കേഷൻ സമയത്ത് അവരുടെ വീട്ടിലെത്തിച്ചേരാൻ പറ്റണം. അതിനുവേണ്ടി നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് സ്പെഷ്യൽ സർവീസുകളാണ്. സ്പെഷ്യൽ സർവീസ് KSRTC എന്ന് പലർക്കും അറിയത്തില്ല. അതായത് സ്പെഷ്യൽ സർവീസ് എന്ന് പറയുമ്പോൾ 50 പേരുടെ ടിക്കറ്റിന് അവർ 70 ടിക്കറ്റിൻ്റെ പൈസ കൊടുക്കണം. പക്ഷേ അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികളെ സംബന്ധിച്ച് അവർ ബ്രില്യൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ സ്റ്റോപ്പിൽ മാത്രമേ ഈ ബസ് നിർത്തുള്ളൂ. ഇടയ്ക്കുള്ള സ്റ്റാൻഡ് വഴി ഈ ബസ് നിർത്തുന്നില്ല. അതുകൊണ്ട് കൃത്യസമയത്ത് ബസ് സ്ഥലത്ത് എത്തിച്ചേരും, ലേറ്റാകാതെ എത്തിച്ചേരും. മറ്റ് യാത്രക്കാരില്ലാത്തത് കൊണ്ട് കുട്ടികളെ സംബന്ധിച്ചും പേരൻസിനെ സംബന്ധിച്ചും സേഫായിട്ട്, തികച്ചും സേഫായിട്ട്, യാതൊരു ആശങ്കയില്ലാതെ അവർക്ക് അവിടെ സ്ഥലത്ത് എത്തിച്ചേരാൻ പറ്റും. അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഏകദേശം എത്ര വിദ്യാർത്ഥികൾ നമ്മുടെ ഇപ്പോൾ ഓണാഘോഷത്തിന് അവരുടെ വീടുകളിലേക്ക് എത്തിയിട്ടുണ്ട്? നമ്മുടെ ഈ ഒരു D ബ്ലോക്കിൽ നിന്നും ഇന്നലെയും ഇന്നുമായിട്ട് ഏതാണ്ട് 3000-ലധികം കുട്ടികൾ അവരുടെ വീടുകളിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കോട്ടയം KSRTCയിലേക്കും അതുപോലെ തന്നെ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്കും ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത എല്ലാ കുട്ടികളെയും, ഇന്നലെ രാത്രിക്കത്തെ ട്രെയിനിലുള്ള എല്ലാ ആൾക്കാരെയും ഇന്നലെ ഒരുപാട് പേരെ വിട്ടായിരുന്നു. ഇന്ന് രാവിലെ വന്ദേ ഭാരതിന് പോകുന്ന ആൾക്കാരുണ്ട്, പരശുരാമിന് പോകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള എല്ലാ ആൾക്കാരും രാവിലെ ഇന്ന് 6:30 മുതൽ നമ്മുടെ ബസ് സർവീസുകളുണ്ടായിരുന്നു. അപ്പോൾ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനുള്ള എല്ലാ വിദ്യാർത്ഥികളെയും ഇപ്പോൾ തന്നെ നമ്മൾ അവിടെ എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിലേക്ക് പോകാനുള്ള കുട്ടികളുടെ സ്പെഷ്യൽ സർവീസുകളാണ്. അതിലും ഇപ്പോൾ ബാക്കിയുള്ള എല്ലാ വിദ്യാർത്ഥികളും അതിൽ കയറാനായിട്ട് റെഡിയായിരിക്കുന്നു. ഉടനെ തന്നെ നമ്മുടെ ബസ്സുകളെല്ലാം പുറപ്പെടുന്നതായിരിക്കും. അപ്പോൾ സൈ സാറ് പറഞ്ഞ അവരുടെ വീടുകൾ അവർ എന്താണല്ലോ ഓണം ആഘോഷിക്കാനാണ് പോകുന്നത്. അതേസമയം ബ്രില്യന്റിലും അവർക്കൊരു ഓണം ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അത് അവരുടെ എല്ലാവരുടെ മുഖത്ത് ആ ഒരു
ആ ഒരു സെലിബ്രേഷൻ്റെ ആ ഒരു സന്തോഷം അവർ കാണാം. ഓക്കെ, ആ ഒരു സന്തോഷത്തോടു കൂടിയാണ് അവർ വീട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ ഓണ സെലിബ്രേഷനൊക്കെ നേതൃത്വം കൊടുത്ത ഒരാളെന്ന നിലയിൽ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ബ്രില്യൻറ്റിലെ ഓണാഘോഷം വിദ്യാർത്ഥികൾക്ക്? ബ്രില്യൻറ്റിൻ്റെ ഓണാഘോഷം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു ബ്രില്യൻറ്റ് ഫാമിലി തന്നെയാണ്. അപ്പം ഇവിടെ വരുന്ന എല്ലാ കുട്ടികളും ഞങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങൾ തന്നെയാണ്. അപ്പം അവർക്ക് വളരെ സന്തോഷകരമായിട്ട് നമ്മൾ ഇന്നലെ ഇവിടെ ആഘോഷിച്ചു. നമ്മുടെ എല്ലാ ഹോസ്റ്റലിലും ഓണസദ്യ നമ്മൾ നൽകിയിരുന്നു. അത് ഡയറക്ടേഴ്സ് ഉൾപ്പെടെ എല്ലാവരും അതിന് സാന്നിധ്യം ഉണ്ടായിരുന്നു. അപ്പോൾ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരാഴ്ച, ശരിക്കും പറഞ്ഞാൽ ഒരാഴ്ചയിലെ ഒരു ആഘോഷം തന്നെയായിരുന്നു നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ സർവീസിന് ചുക്കാൻ പിടിക്കുന്ന KSRTCയുടെ പാലാ ഡിപ്പോയിൽ നിന്നുള്ള ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടറായ ജോസഫ് സാർ നമ്മോടിപ്പോൾ ചേരുന്നുണ്ട്. സാർ നമസ്കാരം. ഓക്കെ, അപ്പോൾ കാണുന്ന പോലെ തന്നെ എല്ലാം വളരെ ചിട്ടയോടുകൂടി ക്രമീകരണങ്ങളെല്ലാം തന്നെ സംഭവിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ് സാർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഏകദേശം ഒരു മാസം മുമ്പ് തന്നെ ബ്രില്യൻറ്റിൻ്റെ സ്റ്റാഫ് ഓഫീസിൽ വരികയും നമ്മുടെ ഏറ്റവും ആണ് ഡിപ്പോയുടെ അധികാരി ഏറ്റവും വഴി ആവശ്യം ഉന്നയിക്കും. അപ്പോൾ ഞങ്ങൾ പല പ്രാവശ്യങ്ങളിലായിട്ട് ചെറിയ കമ്മിറ്റി കൂടി എത്ര വണ്ടി വേണമെന്ന് കണക്കെടുക്കുകയും അതിൻ്റെ പ്രകാരം കഴിഞ്ഞ ഒരു 3-4 ദിവസത്തിനുള്ളിൽ അവർ വീണ്ടും ഒരു ലിസ്റ്റുമായിട്ട് വന്നു. കുട്ടികളുടെ ടോട്ടൽ എണ്ണം, അതിന് വേണ്ടുന്ന ബസ്, അത് ജീവനക്കാരോടും നമ്മുടെ ഡിപ്പോയിലെ വണ്ടികളും കൂടാതെ ഈരാറ്റുപേട്ടയിൽ നിന്നും പൊൻകുന്നത്തുനിന്നും ഈ 2 ബസ്സുകളും ക്രമീകരിച്ചാണ് സർവീസ് ക്രമീകരിച്ചത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്രില്യൻ സ്റ്റഡി സെൻറ്ററും KSRTC സംയുക്തമായിട്ട് നടത്തുന്ന ഈ ഒരു സ്പെഷ്യൽ സർവീസിൻ്റെ നമ്മുടെ സാരഥിമാരായ കണ്ടക്ടർമാരും അതുപോലെ തന്നെ ഡ്രൈവർമാരും ഒക്കെ നമ്മളോട് ഇപ്പോൾ ചേരുന്നുണ്ട്. മാമിൻ്റെ പേര്? എൻ്റെ പേര് സരിതയാണ്. ഈരാറ്റുപേട്ട ഡിപ്പോയിൽ നിന്നാണ്. ഈരാറ്റുപേട്ട ഡിപ്പോയിൽ. ഓക്കെ, ആദ്യമായിട്ടാണ് ബ്രില്യൻറ്റിൻ്റെ ഈ ഒരു സർവീസ്. ഓക്കെ, ഇത് ഇപ്പോൾ പുറകോട്ട് തിരിഞ്ഞ് നോക്കുവാണെങ്കിൽ ഒരു KSRTC സ്റ്റാൻഡിന് സമാനമായിട്ടുള്ള അന്തരീക്ഷം തന്നെയാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, എന്ത് തോന്നുന്നു ബ്രില്യൻറ്റിൻ്റെ ഈ ഒരു ആംബിയൻസ് കണ്ടെത്തി? വളരെ നല്ല എല്ലാ രീതിയിലും പിള്ളേർക്ക് വളരെ കരുതലോടുകൂടി വളരെ നല്ല ഭംഗിയായിട്ട് നടപ്പാക്കിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, സാറിൻ്റെ പേര്? എൻ്റെ പേര് ഷിജു, ഈരാറ്റുപേട്ട ഡിപ്പോ. ഈരാറ്റുപേട്ട ഡിപ്പോ. സാറിൻ്റെ പേര്? പാലാ ഡിപ്പോ. പാലാ ഡിപ്പോ. ഷാനവാസ്, പാലാ ഡിപ്പോ. പാലാ ഡിപ്പോ. സാറിൻ്റെ പേരെങ്ങനെയായിരുന്നു? എൻ്റെ പേര് ജേക്കബ്. ഏത് ഡിപ്പോയാണ്? പാലാ. പാലാ. എൻ്റെ പേര് രാജേഷ്, പാലാ ഡിപ്പോ കണ്ടക്ടർ. എൻ്റെ പേര് മുഹമ്മദ് അലി, പാലാ ഡിപ്പോ. രതീഷ്, പാലാ ഡിപ്പോ. മാത്യു, പൊന്നുകൽ ഡിപ്പോ. സാർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്രില്യൻറ്റും KSRTCയും കൂടെ സംയുക്തമായി നടന്ന ഒരു സ്പെഷ്യൽ സർവീസാണ്. എന്തെല്ലാമാണ് ഇതിൻ്റെ ക്രമീകരണങ്ങൾ? ഇന്ത്യയിലൊട്ടാകെ അറിയപ്പെടുന്ന ബ്രില്യൻറ്റ് കോളേജുമായി ബന്ധപ്പെട്ട് KSRTCയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇങ്ങനൊരു പരിപാടി നടന്നതിൽ സന്തോഷമുണ്ട്. ഞങ്ങളെല്ലാവരും വളരെ സന്തോഷത്തിലാണ്. ബ്രില്യൻറ്റിനോടൊപ്പം കുഞ്ഞുങ്ങളോടൊപ്പം ഒന്നിച്ച് ഒന്ന് സർവീസ് നടത്താം. അതിനോടൊപ്പം തന്നെ കേരളത്തിനും ഇന്ത്യക്ക് മാതൃകയാവുന്ന കുഞ്ഞുങ്ങളോടൊപ്പം, ഭാവിയുടെ വാഗ്ദാനമായ കുഞ്ഞുങ്ങളോടൊപ്പം തന്നെ നമുക്ക് ഒന്നിച്ച് പോകാൻ പറ്റിയ വളരെ സന്തോഷം. ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷം. നമ്മൾ സാർമാർ അനുസരിച്ച് പറഞ്ഞതനുസരിച്ച് കൃത്യമായ മേഖലയിലേക്ക് വണ്ടി ഓരോന്നും തിരിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ നിർദ്ദേശമനുസരിച്ച് കുഞ്ഞുങ്ങൾ ഇവിടെ കയറുമ്പോൾ അവരെ കൃത്യമായി അവിടെ എത്തിക്കുന്ന ചുമതലയാണ് നമുക്കുള്ളത്. അത് കൃത്യമായി നമ്മൾ ചെയ്തിരിക്കും. അപ്പോൾ സാറേ, നമ്മൾ ഈ ഒരു സ്പെഷ്യൽ സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ വിദ്യാർത്ഥികളുടെ ഒരു സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതായത് കാസർഗോട്ടുള്ള കുട്ടികൾക്ക് അവിടം വരെ വേറെ പാസഞ്ചേഴ്സ് ഒന്നും അകത്ത് കയറാണ്ടുള്ള ഒരു സ്പെഷ്യൽ സർവീസാണ്. അപ്പോൾ എങ്ങനെയാണ് അവരുടെ ഈ സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ? പുറത്തുനിന്ന് ആരും ഇതിൽ പിള്ളേർ മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ. പിന്നെ പുറത്തുനിന്ന് ഒരു ടിക്കറ്റിനും കഴിച്ചില്ല. പിന്നെ പിള്ളേരുടെ സേഫ്റ്റി അനുസരിച്ച് പിള്ളേരുടെ വീടിനോട് സൗകര്യം ചേർന്നുള്ള സ്റ്റോപ്പുള്ള പിള്ളേരെ ഇറക്കി വിടുന്നുണ്ട്. അവരെ സുരക്ഷിതം കണക്കാക്കിയാണ് വണ്ടി ഓടുന്നത്. പേരെന്താ? ദേവിക. എവിടുന്ന് വരുന്നു? മലപ്പുറം. മലപ്പുറം. അത്രിജ, മലപ്പുറം. മലപ്പുറം. കല്യാണി, ട്രിവാൻഡ്രം. ട്രിവാൻഡ്രം. പേര്? ആമിന. ആമിന. അവളുടെ പേരെന്നാ? ഇനായ. എവിടുന്ന് വരുന്നു? എറണാകുളത്ത്. എറണാകുളത്ത് നിന്ന് വരുന്നു. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഇത്ര നാളുള്ള ബ്രില്യൻറ്റിലെ എക്സ്പീരിയൻസ്? അടിപൊളിയായിരുന്നു. ഓണത്തിന് എന്താ പരിപാടി വീട്ടിൽ ചെന്നിട്ട്? ഓണത്തിന് ഓണാഘോഷിക്കണം, ഒപ്പം എക്സാം ഉണ്ടല്ലോ, മോഡൽ എക്സാം, അതിനുവേണ്ടി പഠിക്കും വേണം. അങ്ങനെ അതൊക്കെ തന്നെയാണ് നമ്മുടെ പ്ലാൻ. അവിടെ ഓണത്തിന് എന്താ പരിപാടി? പഠിക്കുക, എക്സാം ഉണ്ട്. എക്സാം ഉണ്ട്. ഓണം സെലിബ്രേറ്റ് ചെയ്യാം, ഒരു ദിവസം സെലിബ്രേറ്റ് ചെയ്യാം, സെലിബ്രേറ്റ് ചെയ്തിട്ട് ബാക്കി മൊത്തം നമ്മള് ഡെഡിക്കേറ്റ് ചെയ്ത് പഠിക്കാൻ പോവാം. ഓക്കെ, അപ്പോൾ ഇതിനു മുമ്പ് വീട്ടിൽ പോയായിരുന്നോ? ഇല്ല. അപ്പോൾ ബാച്ച് തുടങ്ങി ഡിപ്പാണ് വീട്ടിൽ പോകുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ 2.5 മാസത്തെ ബ്രില്യൻറ്റ് എക്സ്പീരിയൻസ്? കുഴപ്പമില്ല, കൊള്ളാം. ഓണത്തിന് എന്തൊക്കെയാ പരിപാടി? പഠിക്കുക, സെലിബ്രേറ്റ് ചെയ്യുക, പഠിക്കുക. മോഡൽ എക്സാം ഉണ്ട്, പഠിക്കുക അല്ലേ? ഓക്കെ,
മോളുടെ ഓണത്തിന്റെ പ്ലാൻസ് ഒക്കെ എങ്ങനെയാണ്? അതൊക്കെ തന്നെ 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്ന് പഠിക്കാൻ തന്നെ. 2 ദിവസം ഓണം ആഘോഷിക്കുക, ബാക്കിയുള്ള ദിവസങ്ങൾ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഹാപ്പി ഓണം ടു ഓൾ. താങ്ക് യു. ഹായ്, എന്താ മോളുടെ പേര്? ലക്ഷ്മിപ്രിയ, എവിടെയാ വീട്? വയനാട്. വയനാട്. ഏതാ ഇവിടെ ബാച്ച് മോളെ? E16. E16. ഓക്കെ. മോളുടെ പേര്? കെൻസ. കെൻസ. From എവിടെയാ വീട്? മലപ്പുറം. മലപ്പുറം. ഇവിടെ ഏതാ ബാച്ച്? P08. P08. മോളുടെ പേര്? അന്ന. അന്ന. എവിടെ വീട്? കണ്ണൂര്. കണ്ണൂര്. ഓക്കെ. ഇവിടെ ഏതാ ബാച്ച്? E16. E16. മോളുടെ പേര്? റാനിയ. ഓക്കെ. എവിടെ വീട്? മലപ്പുറം. മലപ്പുറം. E16. E16. അപ്പൊ നിങ്ങൾ എല്ലാവരും കുറച്ച് നാൾക്ക് ശേഷമായിരിക്കുമല്ലോ വീട്ടിലേക്ക് പോകുന്നതും. ഇവിടെ ബെർലിനിൽ വന്നിട്ട് കുറച്ച് നാളുകളായി. അപ്പൊ എങ്ങനെയുണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെ എക്സ്പീരിയൻസ്? ഇപ്പൊ ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസും പഠിച്ച് ഇപ്പൊ ഓരോ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക അല്ലേ? അപ്പൊ എങ്ങനെയുണ്ട്? നല്ല എക്സ്പീരിയൻസ് ആണ്. പിന്നെ ക്ലാസ് ഒക്കെ അടിപൊളിയാണ്. അങ്ങനെ അങ്ങനെ പിന്നെ ആദ്യമൊക്കെ നല്ല കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പം കുറച്ച് പ്രോഗ്രസ് ആയി വരുന്നുണ്ട്. ഓക്കെ. മോളുടെ ഒരു എക്സ്പീരിയൻസ്? അവള് പറഞ്ഞ പോലെ തന്നെ ആദ്യം നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ചെറുതായിട്ട് കോപ്പപ്പ് ചെയ്ത് വരുന്നു. ക്ലാസ്സസ് ഒക്കെ അടിപൊളിയാണ്. പിന്നെ ഇവിടുത്തെ സിസ്റ്റമാണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നീറ്റ് വീക്ക്ലി എക്സാംസും അഡ്വാൻസ്ഡും അതൊക്കെ ഭയങ്കര എഫക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. യെസ്, വെരി ഗുഡ്. ഓക്കെ. നല്ല ക്ലാസ് ആണ്. ഫാക്കൽറ്റീസ് ഒക്കെ ആണെങ്കിലും നന്നായിട്ട് എടുത്തരും ഒക്കെ ആണ്. അടിപൊളിയാണ്. ആണ്. ഓക്കെ. നല്ല ക്ലാസ്, നല്ല ഇന്ററാക്റ്റീവ് ആയിട്ട് ക്ലാസ്. വീക്ക് എക്സാംസ് ഒക്കെ ഭയങ്കര യൂസ്ഫുൾ ആണ്. ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അപ്പൊ നിങ്ങൾ ഉദ്ദേശിച്ച പോലത്തെയുള്ള ഇംപ്രൂവ്മെന്റും നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടന്നു വരുന്നുണ്ട് അല്ലേ? അപ്പോൾ ഓണം വെക്കേഷനൊക്കെ നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ അവരുടെ വീടുകളിലേക്ക് യാത്രയാവുകയാണ്. ഒരുപാട് പ്രതീക്ഷകളോടുകൂടി കുറച്ച് നാളുകൾക്ക് ശേഷം മക്കളൊക്കെ ആയിട്ട് ഒരു ചെറിയ അവധിക്ക് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് പേരൻസ് ഒക്കെ. അപ്പോൾ നമുക്ക് അവരോട് ചോദിക്കാം, എന്തോ ഇപ്പം മോളുമായിട്ട് വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. മൂവാറ്റുപുഴയാണ് വീട്. മാറ്റുവഴിയാണ്. ഇവിടെ അടുത്ത് തന്നെയാണ്. ഇവിടെ അടുത്ത് തന്നെയാണ്. എന്താണെങ്കിലും ഓണം എന്ന് പറയുന്നത് നമ്മുടെ ദേശീയോത്സവമാണല്ലോ. അതനുസരിച്ച് ബന്ധപ്പെട്ട് ഉള്ള അവധി എന്നുള്ളത് ആഘോഷിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെ കടമയാണ്. ഒത്തുചേരലിൻ്റെ ഒരു ഇതാണ് ഓണം എന്ന് പറയുന്നത്. അവധി കഴിയുമ്പോൾ തന്നെ പരീക്ഷയാണ്. അതുകൊണ്ട് അവധി എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ പോലും എക്സാമാണ് നമ്മുടെ ഒരു അവരുടെ ഒരു ടേണിംഗ് പോയിന്റിനോട് വേണ്ടിയിട്ടുള്ള ഒരു കണ്ടെത്തലാണ് ഇതിപ്പോൾ നമ്മൾ ബെർലിനിലും എത്തിയിരിക്കുന്നത്. എന്താണെങ്കിലും നല്ലൊരു മോളിപ്പോ ഒരു ചെറിയ പീരീഡിൽ ബെർലിന്റെ അത്യാവശ്യം നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ കഴിഞ്ഞു അല്ലേ? ബെർലിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തായിരിക്കും? ബെർലിൻ എങ്ങനെയുണ്ട് നമ്മുടെ ക്യാമ്പസ്? അടിപൊളി ക്യാമ്പസ് ആയിട്ടാണ് പറയുന്നത്. എല്ലാ കാര്യങ്ങളിലും അതിൻ്റെ അകത്ത് പറയാനായിട്ട് ടീച്ചിങ് ആണെങ്കിലും അവർ പ്രൊഫഷണൽസ് ആണെങ്കിലും എന്ത് കാര്യങ്ങളാണെങ്കിലും വളരെ പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ നടക്കുന്നു. ഹോസ്റ്റലാണെങ്കിലും അതിൻ്റെതായ എല്ലാ ഇതും ക്രമീകരിച്ചുകൊണ്ട് തന്നെയാണ് ജോർജ് സാറിൻ്റെ നേതൃത്വത്തിൽ ആ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എനിക്ക് ഇതുവരെയുള്ള ബോധ്യത്തിൽ നിന്നും ബോധ്യപ്പെട്ടിരിക്കുന്നത്. ഹായ്. എന്താ മാഡത്തിന്റെ പേര്? സജിന. സജിന. എവിടുന്നാ വരുന്നേ? ട്രിവാൻഡ്രം. ട്രിവാൻഡ്രം. മാഡത്തിന്റെ പേര്? ഷഹനാസ്. ട്രിവാൻഡ്രം. ഓക്കെ. മോളുടെ പേര്? ആലിയ. ഓക്കെ. മോന്റെ പേര്? അതിൽ. ആദിൽ. ഓക്കെ. സാറിന്റെ പേര്? സബീർ. സബീർ. അപ്പൊ ഇത്രയും നാൾ ഇപ്പൊ കുറച്ച് നാൾക്ക് ശേഷം 3 മാസം ഇവിടെ നിന്ന് പഠിച്ചതിന്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ സാറിന് മാഷുമായിട്ട് സംസാരിച്ചു. മാഷുമായിട്ട് സംസാരിച്ചു. നല്ല ഒപ്പീനിയനാണ്. റാങ്ക് ഉണ്ട്, കുഴപ്പമില്ല. ഇതുപോലെ കണ്ടിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഇനിയിപ്പം എക്സാമിന്റെ കാര്യം റിമൈൻഡ് കാര്യം ഓണത്തിന്റെ അംഗവറിൽ പോകാതിരിക്കാൻ വേണ്ടി ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പേരെന്താ? സ്നേഹ. സ്നേഹ. എവിടെ വരുന്നു? തിരുവനന്തപുരം. തിരുവനന്തപുരം. അക്ഷയ കൊല്ലത്തുനിന്ന്. കൊല്ലത്തുനിന്ന്. നിവേദ്യ തിരുവനന്തപുരം. തിരുവനന്തപുരം. ശ്രീലക്ഷ്മി തിരുവനന്തപുരം. തിരുവനന്തപുരം. മാളവിക കൊല്ലം. ബെർലിനിൽ ഇപ്പോൾ 2.5 മാസമായി നിങ്ങൾ. ഓക്കെ. അപ്പോൾ ആദ്യമായിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ഓണത്തിന്. അപ്പോൾ എങ്ങനെയാണ് ഓണമൊക്കെ ആഘോഷിക്കാൻ പോണേ? ഓണം നല്ലതായിട്ട് ആഘോഷിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. സദ്യ അതൊക്കെ കുറെ ദിവസമായിട്ട് വീട്ടുകാരെ കാണുന്നു. അപ്പൊ അതിന്റെ സന്തോഷം. 2.5 മാസം ഇവിടുത്തെ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യം വന്നപ്പം ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടെങ്കിലും ഇപ്പം അത് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു തോന്നലുണ്ട്. അപ്പൊ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഒരു കുഴപ്പമില്ലാതെ ലക്ഷ്യത്തിലെത്തണമെന്നാണ് ആഗ്രഹം. ഓക്കെ. വലിയ ഒച്ചപ്പാടും ബഹളമൊന്നും ഇല്ലാണ്ട് മറ്റേ സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് റേസ് എന്ന് പറയുന്ന പോലെ അല്ലേ? ഓണം വീട്ടുകാരോടും ഒപ്പം നല്ലതായിട്ട് ആഘോഷിക്കണം. ഓക്കെ. അപ്പം ഓണമാണ്, ഓണം ആഘോഷിക്കാൻ. എന്നാൽ ബെർലിൻ പറയുന്നത് ഈ ഓണത്തിനും പഠിച്ചോണം എന്നുള്ളതാണ് അല്ലെ? ഈ ഓണം പഠിച്ചോണം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോഴേക്കും മോഡൽ എക്സാം ആണ്. അപ്പോൾ നന്നായിട്ട് കഷ്ടപ്പെട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു വിജയത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ അല്ലേ? കുറച്ച് മാസങ്ങളായി ബെർലിനിൽ. എത്ര മാസമായി മോളിപ്പോ? 3 മാസം. 3 മാസമായി. അപ്പൊ 3 മാസ കാലയളവ് കൊണ്ട് ഈ ഒരു കോമ്പറ്റീഷൻ എത്രമാത്രം ഉണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ഞാൻ പഠിക്കണം എന്നുള്ള ഒരു ചെറിയൊരു ഐഡിയ കിട്ടിയില്ലേ? ഓക്കെ. അപ്പൊ മോൾ എങ്ങനെയാണ് പഠിക്കുന്ന കാര്യത്തേക്ക് ക്രമീകരിക്കുന്നത്? ആൻഡ് ഒരു കാര്യം കൂടി, ഓണത്തിന് വീട്ടിൽ എങ്ങനെയാണ് ടൈം സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ടൈം സ്പെൻഡ് ചെയ്യാൻ പഠിക്കുന്ന സമയത്ത് പഠിക്കും, അല്ലാത്ത സമയത്ത് എൻജോയ് ചെയ്യും. പേരൻസിന്റെ കൂടെ പേരൻസിന്റെ കൂടെ എൻജോയ് ചെയ്യും. ഓക്കെ. എന്നിട്ട് കംപ്ലീറ്റ്ലി മൈൻഡ് ഒക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ട്
നന്നായിട്ട് പഠിച്ചുകൊണ്ട് തന്നെ ബെർലിന്റെ മോഡൽ എക്സാമിന് വരും. അപ്പൊ ഈ 3 മാസം ബെർലിനിൽ നിന്ന് മോള് മാറി നിന്നപ്പോ തീർച്ചയായിട്ടും നമുക്കൊരു ആസ് എ പേരന്റ് നമുക്കൊരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ടാവും. പക്ഷെ മോള് പറഞ്ഞ് കേട്ടൊരു ബെർലിൻ ഉണ്ടല്ലോ, അതിനെ കുറിച്ചൊന്ന് പറയാം. ഈ ഒരു 3 മാസത്തെ എക്സ്പീരിയൻസ് ഏറ്റവും നല്ല കെയറിംഗ് ആണ്. ബ്രില്യൻറ്റിൻ്റെ തന്നെ ഹോസ്റ്റലിലാണ് മോൾക്ക് അഡ്മിഷൻ കിട്ടിയത്. നല്ല കെയറിംഗ് ആണ്. പിന്നെ ടീച്ചേഴ്സുമായിട്ട് ഞങ്ങൾ സംസാരിക്കും. പിന്നെ ആഴ്ചയിൽ 3 ദിവസം വിളിക്കാറുണ്ട്. അതിനിടയ്ക്ക് ഞങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സിനെ വിളിച്ചിട്ട് മിസ്സിനെ വിളിച്ചിട്ട് പിന്നെ മിസ്സിൻ്റെ ഫോണിൽ കൂടി മോളുമായിട്ട് സംസാരിക്കുമായിരുന്നു. കൃത്യമായ അപ്ഡേഷൻ ആണ്. എവിടെ നിന്ന് വരുന്നു? പാലക്കാട്. പാലക്കാട് നിന്ന് വരുന്നു. അലീന, പത്തനംതിട്ട. അനയ, കൊല്ലം. ദേവിക, ട്രിവാൻഡ്രം. കൃഷ്ണപ്രിയ, കൊല്ലം. കൊല്ലം. ഓക്കെ. അപ്പൊ എല്ലാവരും ഓണം ആഘോഷിക്കാൻ വേണ്ടി വീട്ടിലേക്ക് പോകണല്ലോ. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിലെ അമ്മ, അച്ഛൻ, അനിയത്തി, ഞാൻ. ഓക്കെ. അപ്പൊ ഓണം അവരുടെ കൂടെ ആഘോഷിക്കാന്ന് വെച്ചു. എന്തെല്ലാം ഓണത്തിന്റെ പ്ലാൻസ്? എവിടെയൊക്കെ പോണം. പിന്നെ ട്രിപ്പാണ്. ട്രിപ്പല്ല, പഠിക്കും വേണം. പഠിക്കാൻ വേണം. എന്നാ അതിന്റെ കൂടെ എന്തെങ്കിലുമൊക്കെ എന്റർടൈൻമെന്റ് ഒക്കെ വേണം അല്ലേ? അവിടെ മോഡൽ ഉണ്ട് വരുമ്പോ, അപ്പൊ മോഡലിന് പ്രിപ്പയർ ചെയ്യണം. പിന്നെ എല്ലായിടത്തും പോണം, പഠിക്കണം, എന്നിട്ട് കുറച്ചൊക്കെ അടിച്ചു പഠിക്കണം. ഓക്കെ. നന്നായിട്ട് പഠിക്കണം. പിന്നെ കുറച്ചു നേരം ഈ പേരൻസുമായിട്ട് സ്പെൻഡ് ചെയ്യണം. ഓക്കെ. ആദ്യമായിട്ടാണോ ഇവിടെ വന്നേച്ച് വീട്ടിലേക്ക് പോകുന്നത്? അതെ, ഫസ്റ്റ് ടൈമാ. അപ്പൊ 2.5 മാസത്തിന് ശേഷമാണ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു വീട്ടിലെ എക്സ്പീരിയൻസ് ഒക്കെ? അടിപൊളിയായിരുന്നു. ഓക്കെ. ഇവിടെ വന്നപ്പോൾ ഒരു എക്സ്പെക്ടേഷൻ എങ്ങനെയായിരുന്നു? ആദ്യം നല്ല ടെൻഷൻ ആയിരുന്നു, പിന്നെ ഇപ്പം കുഴപ്പമില്ല. ഇപ്പൊ കുഴപ്പമില്ല. ഓക്കെ. അവിടെ എന്താണ് പ്ലാൻസ്? ഓണത്തിന് സദ്യ കഴിക്കണം, പിന്നെ പഠിക്കണം, അതൊക്കെ തന്നെയാണ്. ഓക്കെ. പാർവതിയാർ, കൊല്ലം. ഇത്തവണ ഓണത്തിന് എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടോ വീട്ടിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? വീട്ടില് ഒന്ന് ആഘോഷിക്കും, അതല്ലാതെ വേറെ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. എന്തൊക്കെയാണ് സാധാരണ നിങ്ങളുടെ ആഘോഷ പരിപാടികളൊക്കെ? എല്ലാവരും വരുമോ? ഫാമിലി ഒക്കെ ഗെറ്റ് ടുഗദർ? കസിൻസ് ഒക്കെ വരും, പിന്നെ ചേച്ചിയൊക്കെ വരും. ചേച്ചി എന്ത് ചെയ്യുന്നു? ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് പഠിക്കുക, 3rd ഇയർ. അപ്പോൾ ഇൻസ്പിറേഷൻ ഓൾറെഡി വീട്ടിൽ തന്നെ ഉണ്ട്. ഉണ്ട്. എങ്ങനെയുണ്ട് സ്റ്റഡീസ് ഒക്കെ? എങ്ങനെ പോകുന്നു? കുഴപ്പമൊന്നുമില്ല, ഉഷാറായിട്ട് പോകുന്നു. ഓക്കെ. ഓക്കെ. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ഇനി എത്ര നേരം പഠിക്കാനുള്ള പ്ലാനാണ്? 2 ദിവസമൊക്കെ ഫ്രീ ആയിട്ടിരിക്കും. അത് കഴിഞ്ഞ് ടൈപ്പിന് എക്സാം ഒക്കെ ഉണ്ടെന്ന്, സെപ്റ്റംബർ 3 എക്സാം ഉണ്ട്. അപ്പൊ അതിന് വേണ്ടി പഠിക്കണം. അനിലക്ഷ്മി. കൊല്ലം സ്ഥലം അല്ലേ? നമ്മളെ ഈ അതായത് ഏറ്റവും നല്ല മെമ്മറീസ് എന്തൊക്കെയാ ഓണത്തിന്റെ? കസിൻസിന്റെ വീട്ടിൽ പോവാ, എല്ലാവരും ഒരുമിച്ച് ഗ്യാദർ, എല്ലാവരും ഒരുമിച്ച്, ഫാമിലി ഫുൾ ഒരുമിച്ച്. അപ്പൊ ഇത്തവണ ഗ്യാദർ ചെയ്യുന്നുണ്ടോ? അങ്ങനെ ഫാമിലീസ് ഒക്കെ വേറെ വേറെ, പിന്നെ പഠിക്കണം, എല്ലാം ഉണ്ട്. അപ്പം മാക്സിമം പ്രോഗ്രാംസ് ഒക്കെ ചുരുക്കാനും പ്ലാൻ ഉണ്ട്. മാക്സിമം 1 ദിവസം 2 ദിവസം അത്രേ ഉള്ളൂ അല്ലേ? ബാക്കി പഠിത്തത്തിന് വേണ്ടി മാറ്റി വെക്കുക, അങ്ങനെയാണ് പ്ലാൻ. ശരി. ഇപ്പൊ പഠിക്കുന്നതിന് അപ്പാർട്ട് ഫ്രം ദാറ്റ് വേറെ എന്താണ് എന്തെങ്കിലും ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള സ്കിൽസ് അങ്ങനെ എന്തെങ്കിലും? മോണോ ആക്ട് ചെയ്യുന്നത് അല്ലേ? ഓക്കെ. ഒരു കല ഫേസിലുണ്ട്. താങ്ക് യു. ഏത് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ചെയ്യാറുണ്ട്? സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. ഓ, വെരി ഗുഡ്. നൈസ്. സ്റ്റേറ്റ് സെക്കൻഡ്. ഓ, നൈസ്. വെരി ഗുഡ്. ഓക്കെ. അപ്പോൾ അതൊന്നും ഇതാക്കി കളയരുത്. ഇതിനോടൊപ്പം തന്നെ അത് അറ്റ്ലീസ്റ്റ് മനസ്സിലെങ്കിലും ഉണ്ടായിരിക്കണം. നന്നായി ഡെവലപ്പ് ചെയ്യാൻ പറ്റട്ടെ. നന്നായിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ എനിവേ ഹാപ്പി ഓണം. താങ്ക് യു. സെയിം ടു യു. ഹാപ്പി ഓണം. താങ്ക് യു. ഹാപ്പി ഓണം. 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 Brilliant Study Center, India's #1 coaching center for NEET and JEE.